സിറാജ് ലൈവിലേക്ക് സ്വാഗതം. ഇറാൻ്റെ ശക്തനായ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ലോകം ഏറെ ഞെട്ടലോടെ കേട്ടത്. ഇബ്രാഹിം റൈസി ഇറാൻ്റെ അതിശക്തനായ പ്രസിഡന്റാണ്. ഇപ്പോൾ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരമേധത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത നേതാവാണ്. ഒപ്പം അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യൻ ശക്തികളെ ശക്തിയുക്തം എതിർത്തുകൊണ്ടിരിക്കുന്ന നേതാവാണ്. അസർബൈജാനിൽ ഒരു ഡാമിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി അത് കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്കാണ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഒരു മലയിടുക്കിൽ വീഴുകയും, അതായത് മോശം പ്രതികൂലമായ കാലാവസ്ഥ കാരണം കോപ്റ്റർ ഇടിച്ചിറക്കി എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോപ്റ്റർ അപകടത്തിൽപ്പെടുകയും പിന്നീട് ഏറെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലുകൾക്കൊടുവിൽ ഇന്ന് രാവിലെയോടെ റൈസിയുടെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയുടെയും മറ്റു 8 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത്. എന്തായാലും ഇറാൻ പ്രസിഡന്റിൻ്റെ അപ്രതീക്ഷിതമായ ഈ വിയോഗം കുറേ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ അപകടം ഒരു സ്വാഭാവികമായ അപകടമാണോ, അല്ലെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ, മൊസാദ് അടക്കമുള്ള ഇസ്രായേലിൻ്റെ ചാരശക്തികൾക്ക് ഇതിനകത്ത് പങ്കുണ്ടോ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ ആളുകളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉയരുന്ന സമയമാണ്. ഈ കാര്യത്തിൽ എന്തായിരിക്കും ഇറാൻ്റെ ഭാവി, അല്ലെങ്കിൽ ഈ അപകടത്തിന് പിന്നിൽ സംശയിക്കപ്പെടേണ്ട എന്തെങ്കിലും ഉണ്ടോ എന്നാണ് സിറാജ് ലൈബ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എനിക്കൊപ്പം വിദേശകാര്യ വാർത്തകളിൽ ഏറെ ശ്രദ്ധേയനായ മുസ്തഫ പി അറക്കൽ ചേരുകയാണ്. മുസ്തഫ മാഷേ, ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇറാൻ എന്തായാലും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ശക്തമായ ഒരു ശബ്ദമായിട്ട് നിൽക്കുന്ന സമയമാണ്, പ്രത്യേകിച്ച് ഫലസ്തീൻ വിഷയത്തിലൊക്കെ. ആ സമയത്താണ് ഇറാൻ്റെ പ്രസിഡന്റ് അപകടത്തിൽപ്പെടുന്നതും മരിക്കുന്നതും. ഇതൊരു സ്വാഭാവികമായ അപകടമാണ് എന്ന് തന്നെയാണോ അങ്ങ് കരുതുന്നത്? അത് പൊതുവേ കോപ്റ്ററുകൾ ഇങ്ങനെ ഫോഗ്, ഭയങ്കരമായ മൂടൽ മഞ്ഞുണ്ടാവുക, മോശം കാലാവസ്ഥ ഉണ്ടാവുക, അപ്പോഴൊക്കെ അപകടത്തിൽപ്പെട്ടതിൻ്റെ ചരിത്രം വളരെയധികം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇത് വീണ്ടുള്ള സ്ഥലമൊക്കെ അത്തരം ഒരു സാധ്യതയെ തന്നെയാണ്, ഒരു അപകടത്തിൻ്റെ സാധ്യതയെ തന്നെയാണ് ഉയർത്തി പറയുന്നത്. പക്ഷേ ഏതൊരാൾക്കും ഇതിനകത്തൊരു സംശയം ഉന്നയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. അത് ഒന്നാമത് ഈ നമ്മളിപ്പം ഇൻട്രോയിലൊക്കെ പറഞ്ഞതുപോലെ ഫലസ്തീൻ വിഷയത്തിൽ ഇറാൻ ഒരു ശക്തമായ നിലപാടെടുക്കുക മാത്രമല്ല, മറ്റ് ലെബനാനെയും സിറിയയിലെയുമുള്ള ഗ്രൂപ്പുകളെയും യമനിലെ ഗ്രൂപ്പുകളെയൊക്കെ ചേർത്തുകൊണ്ടും മറ്റ് പല അന്താരാഷ്ട്ര സഹായത്തോടു കൂടിയും ശക്തമായൊരു പ്രതിരോധം, ഒരു നിഴൽ യുദ്ധമാണെങ്കിൽ പോലും ശക്തമായ പ്രതിരോധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ് ഒന്ന്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതിനോട് തുടർച്ചയായി ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള ഈ സമയത്തിനകത്ത് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ഇറാൻ ഇസ്രായേൽ ശത്രുത എന്ന് പറയുകയല്ലാതെ ഈ അടുത്താണ് ഒരു ശരിയായ ഏറ്റുമുട്ടൽ, ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് തന്നെ എത്തുമെന്ന് നമ്മൾ ഭയക്കുന്ന തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ സ്വഭാവം അവിടെ ഉണ്ടായിട്ടുള്ളത്. സിറിയയിലെ, നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തതാണ്, സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ, ഇറാൻ്റെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ആക്രമണം ഉണ്ടായി. അവിടെ റവല്യൂഷണറി ഗാർഡ്സ് കൊല്ലപ്പെട്ടു. അത് ശരിക്കും പറഞ്ഞാൽ രാജ്യത്തെ തന്നെ ആക്രമിക്കുന്നതിന് തുല്യമാണെന്ന് ഇറാൻ കാണുകയും ഇസ്രായേലിൻ്റെ കപ്പൽ പിടിച്ചെടുക്കുന്ന ആദ്യത്തെ പ്രതികരണം നടത്തി. രണ്ടാമത് ഇസ്രായേൽ മണ്ണിലേക്ക് നേരിട്ട് മിസൈലുകളും റോക്കറ്റുകളും അയച്ചു. വളരെ പ്രപ്പോർഷനേറ്റായിരുന്നു, ഒരു വലിയൊരു ആക്രമണമായിരുന്നില്ല, എന്നാൽ പോലും ഞങ്ങളത് ചെയ്തിരിക്കും എന്ന ഒരു സന്ദേശം കൊടുക്കുന്നതിന് അത് കാരണമായി. എന്നാൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോയില്ല. ഇസ്ഫഹാനിൽ ചെറിയൊരു ആക്രമണം ഇസ്രായേൽ നടത്തുന്ന സ്ഥിതി ഉണ്ടായി. എന്നാൽ പല കാരണങ്ങളുണ്ട്. പക്ഷേ അമേരിക്കയുടെ ബിഹൈൻഡ് ദ കേർട്ടൺ ഇടപെടൽ കൊണ്ടായിരിക്കാം, എന്തുകൊണ്ടോ, അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു സംയമനം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആ യുദ്ധാവസ്ഥ ദീർഘമായോ അങ്ങേ തലക്കിലേക്കോ പോയിട്ടില്ല എന്നതാണ്. അപ്പോൾ ഒരു വളരെ ഇസ്രായേലുമായി ഒരു ഏറ്റുമുട്ടലിൻ്റെയോ ശക്തമായ ഒരു സംഗതിയുടെയോ ഇത് നിലനിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഈ സംശയം ഉയരും എന്നുള്ളതാണ്. അത് ഇക്കണോമിസ്റ്റൊക്കെ ഇപ്പോൾ സൂചിപ്പിച്ച് കഴിഞ്ഞു. ഇക്കണോമിസ്റ്റ് പോലെയുള്ള സൈറ്റുകളും മാധ്യമങ്ങളും ഒക്കെ ഇക്കാര്യം സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ഇതിനോട് നടത്തിയിട്ടുള്ള പ്രതികരണം
വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേലിൻ്റെ പ്രതികരണം ഞങ്ങളല്ല അത് എന്നാണ് അവർ അതിൻ്റെ പ്രതികരിച്ചിട്ടുള്ളത്. അത് തന്നെ ഔദ്യോഗികമായല്ല, ഒരു അനോമിറ്റി, സ്വയം പറയാൻ പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥനാണ് ആ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു കോൺസ്പിറസി തിയറിക്കുള്ള തെളിവുകളൊന്നുമില്ല. എന്നാൽ സ്വാഭാവികമായും ആളുകൾ ഈ സംശയം ഉന്നയിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ ഈ സംശയം ഉയരുന്നുണ്ട്. ഈ സംശയത്തെ 100% തള്ളിക്കളയാവുന്നതല്ല. ജോ ബൈഡന്റെ നേതൃത്വത്തിൽ ഈ വാർത്ത എത്തിയതിന് ശേഷം തന്നെ അവർ യോഗം ചേർന്നു US. അപ്പോൾ അതിനൊരു ഗൗരവം അവർ കണക്കിലെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ യോഗം ചേർന്നിട്ടുള്ളത്. മാത്രവുമല്ല, നമ്മൾ ഇതിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ മൊസാദ് ഇത്തരം അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നിരവധിയായി നടത്തിയിട്ടുള്ളതാണ്. ഒറ്റ ഉദാഹരണം, ഇറാനുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം മാത്രം നമുക്ക് സൂചിപ്പിച്ച് പോവാം എന്ന് തോന്നുന്നു. ഖാസിം സുലൈമാൻ എന്ന് പറയുന്ന ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ തലവൻ ഇറാഖിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. 2020 ഇറാഖിൽ വെച്ച് കൊല്ലപ്പെടുന്നു. അത് നേരിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, വാർത്തകളിലൊക്കെ വന്നിട്ടുള്ളത് അത് പിന്നെ US ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ 2021 ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ മുൻ മേധാവി റിട്ടയർ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാസിം സുലൈമാൻ്റെ വധത്തിൽ ഞങ്ങൾക്ക് പങ്കുണ്ടായിരുന്നു. സമയമെടുത്തു, പിന്നീടാണ് വെളിപ്പെട്ടത് മൊസാദിന് പങ്കുണ്ടായിരുന്നു. മൊസാദ് ഈ പണി നിരവധിയായി ചെയ്തിട്ടുണ്ട്. ഇറാനിൽ തന്നെയും ഈ ഖാസിം സുലൈമാൻ്റെ ഖബർ ഇടത്തിനരികെ ഈ കഴിഞ്ഞ സമയത്ത് ആക്രമണം ഉണ്ടായി. അവിടെ നിരവധി അതെ അത്തരം ഒരു വ്യക്തി അവിടെ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ കാണണം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആക്രമണങ്ങളും അതിർത്തി കടന്നുള്ള ഓപ്പറേഷൻസുകളും നടത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മറ്റൊരു തിയറി വരുന്നത് ആഭ്യന്തര ശത്രുക്കൾ ഇത് ചെയ്തു എന്ന തരത്തിലും തിയറി വരുന്നുണ്ട്. ഒന്നിനും സ്ഥിരീകരണമില്ല കേട്ടോ, പക്ഷേ അത്തരം തിയറികളും കടന്നു വരുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ സംശയിക്കാവുന്നതാണ്. കാരണം ഇദ്ദേഹം ഒരു ഹാർഡ് ലൈനറായി വളരെ അതിശക്തമായ നിലപാടുകൾ എടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ അവിടെ വലിയൊരു വികാരം ഉയരുന്നുണ്ട്. ഈ കാംനയുടെ ഒരു പിന്തുടർച്ച അദ്ദേഹത്തിനായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനത്തെ ഒരു ഹൈ പ്രൊഫൈൽ ആയ ഒരു നേതാവാണ്. മേസ അമീനിയുമായി ബന്ധപ്പെട്ട അവിടുത്തെ പ്രക്ഷോഭത്തെ അദ്ദേഹം അവർ കൊല്ലപ്പെടുന്നതും ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 1988 അദ്ദേഹം ഒരു സുപ്രീം കോടതി ജഡ്ജ്, നിയമ വിദഗ്ധനും സുപ്രീം കോടതി ജഡ്ജുമായിരുന്നു. ചീഫ് ജസ്റ്റിസ് പോലത്തെയുള്ള വലിയ നീതിന്യായ പ്രൊഫൈലുകളിൽ ഇരുന്നുള്ള കക്ഷിയാണ്. 1988 രാഷ്ട്രീയ തടവുകാർക്കുള്ള ശിക്ഷ നടപ്പാക്കിയതിൽ അദ്ദേഹം വലിയ ആക്ഷേപം നേരിടുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവിടുത്തെ പുറത്ത് മറ്റ് രാജ്യങ്ങളിലുള്ള ഈ ഇറാൻ റെസിഡൻസ് എന്ന് പറയും, ഇറാൻ വിമതരായിട്ടുള്ള ആളുകൾ, പ്രക്ഷോഭത്തിനൊക്കെ പുറത്തുനിന്ന് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ വലിയ ആഹ്ലാദം ഒക്കെ പ്രകടിപ്പിക്കുന്ന നിലയിലാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ട്വീറ്റുകളൊക്കെ നടത്തിയിട്ടുള്ളത്. അത് വിധി തിരിച്ചു കിട്ടുകയാണ് എന്നൊക്കെ പറയുന്ന തരത്തിലാണ്. അദ്ദേഹം ബുച്ചർ ഓഫ് ഇറാൻ, ആഭ്യന്തര ശത്രുക്കളെ സംബന്ധിച്ച് ഇതൊരു സന്തോഷകരമായ ഒരു തീരുമാനം എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ കാണണം. അപ്പോൾ ഈ രണ്ട് സിദ്ധാന്തങ്ങളെയും നമുക്ക് അപ്പടിയങ്ങ് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല, കാത്തിരിക്കേണ്ടതാണ്. അതിൻ്റെ വിവരങ്ങൾ വരേണ്ടതാണ്. നമ്മളും അങ്ങനെ എന്താ പറയുക, കൺക്ലൂസീവായിട്ട് പറയുന്നില്ല അതാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നില്ല. മറ്റൊരു തിയറി ഉയരുന്നത് എന്താണ്, ഈ ഹെലികോപ്റ്റർ, ഇതിൻ്റെ കൂടെ വേറെ 2 ഹെലികോപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അവ സുരക്ഷിതമായി എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതിന് മാത്രം എന്താണ് സംഭവിക്കുന്നത്, അത് യന്ത്ര തകരാറാണോ എന്ന ഒരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ നിരവധിയായി വരുന്നുണ്ട്. ആ ചോദ്യങ്ങളെ ഒന്നും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാവുന്ന അവയൊക്കെ എന്താണ് കൃത്യമായി ആ ചോദ്യങ്ങളൊക്കെ ഇഴകീറി പരിശോധിക്കാവുന്ന ഒരു സ്ഥിതിയിലല്ല ഇപ്പോഴുള്ളത്. ഏതായാലും വളരെ ദുഃഖകരമായ, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ലോകരാജ്യങ്ങളെല്ലാം ഇറാൻ്റെ ഈ ദുര്യോഗത്തിൽ, ഇറാൻ്റെ ഈ വിഷമത്തിൽ പങ്കുചേരുന്നുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിൽ കാര്യമായിട്ട് അനുശോചനം അറിയിക്കുന്നുണ്ട്. ഇറാൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ആരും പുറത്ത് ഇപ്പോൾ ഈ സംശയങ്ങളൊന്നും ഉന്നയിക്കുന്നില്ലെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ഈ ചോദ്യങ്ങളുണ്ട്. ചരിത്രം തള്ളിക്കളയാനും പറ്റില്ല. ഈ റൈസിയെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രൊഫൈൽ ആയിരുന്നില്ല അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെടുന്ന വിദേശകാര്യമന്ത്രി? അതെ, ആയിരുന്നു, തീർച്ചയായിട്ടും ആയിരുന്നു. അദ്ദേഹം അവിടുത്തെ ഈ സൈനിക വിഭാഗവുമായിട്ടും പുറത്ത് പിന്നെ ഇപ്പോഴുള്ള ഒരു വിദേശ നയം രൂപപ്പെടുത്തുന്നതിലൊക്കെ വളരെ പങ്കുവഹിച്ചിട്ടുള്ള നേതാവ് തന്നെയാണ്. അദ്ദേഹവും ഇതുപോലെ തന്നെ ഹാർഡ് ലൈനറായിട്ടാണ്, ഒരു തീവ്ര നിലപാടുകാരനായിട്ടാണ് അവിടെ അറിയപ്പെടുന്നത് എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട്
രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് ഇറാൻ്റെ രാഷ്ട്രീയത്തിലും ഇറാൻ്റെ മുന്നോട്ടുള്ള പോക്കിലും തീർച്ചയായും വലിയ ഒരു വിടവ് അതുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും റൈസി ഒരു ശക്തനായ നേതാവാണ്. അതിനപ്പുറം ഇപ്പം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇറാന് വലിയൊരു പ്രാതിനിധ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ പാശ്ചാത്യ അമേരിക്കയുമായി ഇസ്രായേലുമായൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അവരിൽ ഏറ്റവും ശക്തമായിട്ട് തീരുമാനമെടുക്കുന്ന ഒരു രാജ്യം, ഒരു നേതാവ് എന്ന നിലയിൽ കൂടി റൈസിയെ നമ്മൾ കാണണം. ആ നിലയിൽ കാണുമ്പോൾ ഈ റൈസിയുടെ വിയോഗം ഉണ്ടാക്കുന്ന ഒരു വിടവ് എത്രത്തോളമായിരിക്കും? 2017 റൈസി നീതിന്യായ വിഭാഗത്തു നിന്നും മറ്റു തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി 2017 അദ്ദേഹം ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അന്ന് ഹസൻ റുഹാനിയോട് അദ്ദേഹം തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് ഹസൻ റുഹാനി ജയിക്കുന്നതിന് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണവ കരാർ, അമേരിക്കയുമായി ഉണ്ടാക്കിയ ആണവ കരാർ. അന്നൊരു ഇറാനികൾക്ക്, ഇറാൻ വോട്ടേഴ്സിന് അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് അന്ന് അനുഭവപ്പെട്ടത്. കാരണം ഇറാൻ്റെ ആണവ പദ്ധതികളിലേക്ക് കുറെ കൂടി പരിശോധന അനുവദിച്ചുകൊണ്ട് ഉപരോധം നീങ്ങിപ്പോവുക, ഉപരോധത്തിൽ നിന്നൊരു ഇളവ് കിട്ടുക എന്നത് അവിടുത്തെ ജനങ്ങളത് കാര്യമായിട്ട് കണ്ടു. ബരാക് ഒബാമയുടെ കാലത്തായിരുന്നു ആ കരാർ ഉണ്ടായത്. അതുകൊണ്ട് ആ ആഹ്ലാദത്തിൻ്റെ പുറത്ത് റുഹാനിക്ക് റൈസിയെ തോൽപ്പിക്കാൻ പറ്റി. എന്നാൽ അടുത്ത ഊഴത്തിൽ റൈസി അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയും അവിടെ ജയിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ ആണവ പദ്ധതിയിൽ നിന്ന്, ആണവ കരാറിൽ നിന്ന് US പിന്നോട്ട് പോകുന്നത്. ഡൊണാൾഡ് ട്രംപ് വന്ന് ഈ ആണവ കരാർ വലിച്ചെറിയുന്നത് അപ്പോഴാണ്. അതോടുകൂടി കടുത്ത ഉപരോധം ഇറാന് മേലുണ്ടായി. മാത്രമല്ല ആ കടുത്ത ഉപരോധത്തെ മറികടക്കുക, അതിന് വഴങ്ങിക്കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയുള്ള പദ്ധതികളുമായിട്ടാണ് ഇറാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ പദ്ധതിയിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള ആൾ തന്നെയാണ് റൈസി, ഇബ്രാഹിം റൈസി. അദ്ദേഹം മറ്റ് രാജ്യങ്ങളുമായൊക്കെ പലതരത്തിലുള്ള കൂടിയാലോചനകളുണ്ടാക്കി പരമാവധി ജനങ്ങളുടെ അതൃപ്തി സമ്പാദിച്ചു വെക്കുന്ന തരത്തിൽ ഈ ഉപരോധം നമ്മളെ അത്രയും ബാധിക്കാൻ പാടില്ല എന്ന നിലക്ക് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി, റഷ്യയുമായി, ഇന്ത്യയുമായി ഒക്കെ പരമാവധി കരാറുകൾ ഉണ്ടാക്കി. ജപ്പാനുമായി പിന്നെ ഓയിൽ നൽകുന്നതിനുള്ള കരാറുണ്ടാക്കി. ഇന്ത്യയുമായി ചബാഹർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒപ്പുവെച്ച കരാറിലൊക്കെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ രാജ്യങ്ങളുമായൊക്കെ ഉണ്ടാക്കുന്ന ബന്ധങ്ങളിൽ ഒരു നിലപാടുണ്ടാക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള നേതാവിനെ തന്നെയാണ് ഇറാന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആയതുല്ല ഖാംനെയിയുടെ അടുത്ത ആൾ എന്ന് നമ്മൾ പറയുമ്പം ഒരു പൊതുവെ അവിടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു അധികാര കേന്ദ്രം യഥാർത്ഥത്തിൽ അവിടെ വലിയൊരു സംഗതിയല്ല. അവിടെ ആത്യന്തികമായി തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, പലപ്പോഴും പ്രസിഡന്റ് ഒരു തട്ടിലും നേതൃത്വം, ആത്മീയ നേതൃത്വം എന്ന് വിളിക്കുന്ന ഖാംനെയുടെ മറ്റൊരു തട്ടിലുമാണ് ഉണ്ടാകുക, സുപ്രീം കൗൺസിലിന്റെ നേതൃത്വം. ഇതങ്ങനെ ആയിരുന്നില്ല. ഒരേ ധാരയിലൂടെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം ഇദ്ദേഹത്തിന് കുറച്ചുകൂടി മുന്നോട്ട്, കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ കോവിഡ് കാലത്തൊക്കെയുള്ള പരാജയങ്ങൾ, ഈ ഉപരോധം അടിച്ചേൽപ്പിച്ചിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, തെരുവിലുണ്ടായിട്ടുള്ള സംഗതികൾ, ഇറാന്റെ തന്നെ ചില ഷിയ താത്പര്യങ്ങൾക്കനുസരിച്ചുള്ള സൗദിക്കെതിരേക്കുള്ള നിഴൽ യുദ്ധങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിനെതിരായ സമീപനവും അവിടെ ഉണ്ടാക്കാൻ പോകുന്നതായിരുന്നു. നമ്മളിപ്പോൾ കാണുന്നൊരു കാര്യം, ഇറാനെ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള കുറ്റം പറഞ്ഞാലും, ഇറാനെ സംബന്ധിച്ച് നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിനൊരു ഷിയാവത്കരണവുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരു ശക്തമായൊരു രാജ്യം എന്നൊരു സംഭവമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായി നിലകൊള്ളുക, ഇസ്രായേലിൻ്റെയൊക്കെ സംഗതികളെ അല്പമെങ്കിലും പ്രതിരോധിക്കാൻ ശ്രമിക്കുക, അതിനുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുത്തുക എന്ന് പറയുന്ന സംഗതിയിൽ ഇറാൻ എടുക്കുന്ന സമീപനത്തെ നമുക്ക് പിന്തുണച്ചേക്കൂ. ആ സമീപനത്തിൻ്റെ ഒരു മുന്നണി പോരാളി എന്ന നിലയിലാണ് നമ്മൾ ഇബ്രാഹിം റൈസിയെ കാണേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇബ്രാഹിം റൈസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ആഗോള ശത്രുക്കൾക്ക് പുറമെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു പോയ വിഷയം തന്നെയാണ്, ആഭ്യന്തര ശത്രുക്കൾ വളരെ രീതിയിലുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം വളരെ വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ വരുന്നു. അതിൻ്റെ ഒരു കാരണങ്ങൾ എന്തായിരുന്നു? അത് പ്രധാനമായിട്ട് ഇത് തന്നെയാണ്. റിഫോമിസ്റ്റുകൾ, മോഡറേറ്റ്സുകളൊക്കെ അവിടെ ഉണ്ട്. രാഷ്ട്രീയ അടിത്തറയിൽ അവരുണ്ട്. ഇപ്പം ഹസൻ റുഹാനിയൊക്കെ നേതൃത്വം റെപ്രസെൻറ്റ് ചെയ്തിരുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ട്. ആ വിഭാഗം ശക്തമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ തീവ്രമായല്ല പോകേണ്ടത്, കുറെ കൂടി ഷിയ താല്പര്യത്തിനനുസരിച്ച്, ആ മത താല്പര്യത്തിനനുസരിച്ചല്ല
അല്ല പോകേണ്ടത്. കുറച്ചുകൂടി പാശ്ചാത്യ സമീപനങ്ങളൊക്കെ എടുക്കണം എന്നാഗ്രഹിക്കുന്ന വസ്ത്രത്തിൽ, മനുഷ്യരുടെ പിന്നെ ഇടപെടലുകളിൽ, പ്രതിഷേധങ്ങളിൽ, പിന്നെ ആഘോഷങ്ങളിലൊക്കെ അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതവിടെ ഉണ്ട്. അപ്പം മാത്രമല്ല ഈ സുപ്രീം കൗൺസിലിനെതിരെ തന്നെയുള്ള വികാരമൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പുറത്തു നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നതെങ്കിലും അകത്തും അതുണ്ട് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതാണ് ഈ ആഭ്യന്തരമായ ശത്രുത എന്ന് നമ്മൾ പറയുന്നത്, ഇന്റേണൽ എനിമിറ്റി എന്ന് നമ്മൾ പറയുന്ന കാര്യം അതാണ്. അതിപ്പോൾ ഏത് നേതാവിനെതിരെയും ഉണ്ട് കേട്ടോ. നമ്മൾ ഇറാനെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഏത് നേതാവിനെതിരെയും ഉണ്ട് ഈ സംഗതി, ഉറപ്പായിട്ടുമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ അതിന് വലിയ പൈസ മുടക്കുന്നുണ്ട്. ഇപ്പം ആളുകളെ അത് ഊതിപ്പെരിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അപ്പം നമ്മളത് എല്ലാം സ്വാഭാവികമാണ് എന്നൊന്നും പറയണ്ട. അപ്പം അങ്ങനെയും പറയാനുണ്ടാവാം. അപ്പോൾ ഉറപ്പായിട്ടും അത് ഏത് രാജ്യങ്ങളിലും ചെയ്തുകൊണ്ട്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. കണ്ടില്ലേ, നിങ്ങളുടെ നേതാക്കൾ കൊള്ളാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഉപരോധം ഏർപ്പെടുത്തുന്നത്, അതിൻ്റെ കെടുതിയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആഭ്യന്തര ശത്രുതയും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കൂടുതലും നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ കോൺസ്പിറസി തിയറിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് ചെന്നെത്തുക, അതിനെക്കുറിച്ച് നമ്മൾ സംശയം ഉന്നയിക്കുക, തീർച്ചയായും ഇസ്രായേലിനെ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ അതുമല്ല, നമ്മളിപ്പോൾ പറയുമ്പോൾ ഇതൊക്കെ ഇസ്രായേൽ അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, തീർച്ചയായും അതിന് വേറെ പിന്തുണകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മളിപ്പോൾ നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു അപകട മരണം തന്നെയായിരുന്നു. അപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള വിവരം എന്ന് പറയുന്നത്. ഈ പിന്നെ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ്. ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴേ ഒരുപക്ഷെ ഈ ഉപരോധങ്ങൾക്ക് പോലും ഈ അപകടത്തിൽ ഒരു ഭാഗമാക്കാൻ, ഇപ്പോൾ ഒരുപക്ഷെ ഇതൊരു സ്വാഭാവികമായ അപകടമാണെന്നിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ ഹെലികോപ്റ്റർ, ഇപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ, റഷ്യയൊക്കെ പോലുള്ള രാജ്യങ്ങളിൽ നല്ല ഹെലികോപ്റ്ററുകൾ കൊണ്ടുവരാനൊക്കെ കഴിയാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ ഇതൊരു പഴയ ഹെലികോപ്റ്ററാണ്. അപ്പോൾ ആ നിലയിൽ ഉപരോധങ്ങളുടെ ഒരു സാധ്യത ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുമോ? അതാണ് നമ്മൾ ഉച്ചത്തിൽ പറയേണ്ട ഒരു കാര്യം എന്ന് തോന്നുന്നു. ഉപരോധം എന്ന് പറയുന്നത് വളരെ ജനാധിപത്യ വിരുദ്ധമായ, വളരെ ഒരു ഭീകരത എന്ന് തന്നെ പറയാവുന്ന, ഭീകരത എന്ന വാക്ക് തന്നെ അവിടെ ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഈ ഉപരോധം എന്ന് പറയുന്നത്. എന്താണ് പരിപാടി? ഒരു രാഷ്ട്രത്തിന് ഇഷ്ടമില്ലാതിരിക്കുക. ഇപ്പം ഇറാൻ്റെ ആണവ പരിപാടി എന്ന് നമ്മൾ കണക്കാക്കുമ്പോൾ ഇറാൻ്റെ അവർ പറയുന്നു ഇത് ഊർജ്ജ ആവശ്യത്തിനുള്ളതാണെന്ന് അവർ തീർത്ത് പറയുന്നു. നേരത്തെയുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എല്ലാ ആണവ നിലയങ്ങളും നിങ്ങൾ പരിശോധിക്കൂ. ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി അത് IAEA അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും അവരൊരു തെളിവും കണ്ടെത്തിയിട്ടില്ല. അവർ പറയുക സാധാരണ ഇറാൻ സഹകരിക്കുന്നില്ല എന്ന വാദം മാത്രമാണ് ഉന്നയിക്കുക. എന്നിട്ട് പറയുന്നു ഇങ്ങനെ ആണവ ശക്തിയാകാൻ പോകുന്നു, എൻറിച്ച്മെന്റ് നടക്കാൻ പോകുന്നു, യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇറാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഞങ്ങൾ പിന്നെ ഊർജ്ജ ആവശ്യത്തിനാണ് ഞങ്ങളുടെ ആണവ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് സ്വയം ആണവ ശക്തിയായ, ലോകത്ത് ആദ്യമായി ആണവ ബോംബ് ഇട്ടിട്ടുള്ള അമേരിക്കയാണ് എന്താക്കുന്നത്, ഇറാൻ്റെ ആണവ പദ്ധതിയെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ആണവ ശക്തിയായ, വലിയ സൈനിക ശക്തിയായ ഇസ്രായേലിനെ മടിയിൽ ഇരുത്തിക്കൊണ്ടാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. എന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഈ ഉപരോധം പ്രഖ്യാപിക്കുകയാണ്. ഉപരോധം പ്രഖ്യാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം, ഈ കാസ്റ്റാന്ന് പോലത്തെ നിയമങ്ങളൊക്കെ ഉണ്ട് പിന്നെ US. ആ നിയമത്തിൻ്റെ ഭാഗമായി ഈ രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, ഈ രാജ്യവുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് മേലെയും ഉപരോധം ഏർപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യക്കിപ്പം ഇറാനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കണമെന്ന് കരുതിയാൽ സഹായിക്കാൻ ഒക്കില്ല. ഇപ്പം തന്നെ ചബാഹറിൻ്റെ കാര്യത്തിൽ അവർ എന്ത് വെച്ച് കഴിഞ്ഞു, പിന്നെ ഭീഷണി വെച്ച് കഴിഞ്ഞു. ഇന്ത്യക്ക് കുറഞ്ഞ വിലക്ക് രൂപയിൽ എണ്ണ തരാം, രൂപ കൊടുത്താൽ എണ്ണ തരാം എന്ന് പറയുമ്പോൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള സ്വാതന്ത്ര്യമോ ധൈര്യമോ ആർക്കില്ല? ഇന്ത്യക്കില്ല. കാരണം എന്താണ്? അമേരിക്ക ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് പിന്നെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇറാനുമായോ റഷ്യയുമായോ ഒക്കെ സഹകരിക്കുന്ന രാജ്യങ്ങളെ പോലും ഉപരോധത്തിൽ ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ എന്താ പ്രശ്നം? വെനിസ്വേലയിൽ നിന്നോ അല്ലെങ്കിൽ സാങ്കേതികമായി വലിയ മുന്നേറ്റം സാധിക്കാത്ത രാജ്യങ്ങളിൽ നിന്നോ മാത്രമേ ഇറക്കുമതി ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രസിഡന്റ് സഞ്ചരിച്ച കോപ്റ്ററിന്റെ കുറച്ച് വിശദാംശങ്ങൾ കൂടി ഞാൻ പറയാം. ഈ ബെൽ ഇനത്തിൽപ്പെട്ട ഒരു ഹെലികോപ്റ്ററാണിത്. 2 ബ്ലേഡ് എയർക്രാഫ്റ്റ് ആണ്. US നിർമ്മിച്ചതാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ദശാബ്ദങ്ങളുടെ പഴക്കമുള്ള ഒരു ഹെലികോപ്റ്ററാണ്. അതിന് പുറമെ അൽ ജസീറ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, സാങ്ഷൻ കാരണം, ഉപരോധം കാരണം ഇതിന്റെ പാർട്സുകൾ പോലും ലഭ്യമായിരുന്നില്ല. അത്ര പോലും സുരക്ഷിതത്വമില്ലാത്ത ഒരു ഹെലികോപ്റ്ററിലാണ് പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്നത് എന്നതുകൂടി ഈ ഉപരോധത്തിന്റെ ഫലമായിട്ട് മനുഷ്യത്വ വിരുദ്ധമാണിത്.
നോക്കൂ, ഇറാനിലെ കോവിഡ് കാലത്ത് ഇത്രയും മനുഷ്യർ വളരെയധികം മനുഷ്യർ അവിടെ മരിച്ചു വീണു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് വലിയ തോതിലുള്ള കാഷ്വാലിറ്റീസ് അവിടെ ഉണ്ടായി. ഇതിപ്പോൾ പ്രസിഡന്റിനെതിരെയുള്ള പ്രതിഷേധത്തിനൊക്കെ കാരണമാവുന്നുണ്ട്. സത്യത്തിൽ അത് എവിടുന്നാണ് വരുന്നത്? ഇതേ പ്രശ്നമാണ്. ഇറാന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കോവിഡ് വാക്സിനോ മരുന്നുകളോ വാങ്ങാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായി. നോക്കൂ, പ്രസിഡന്റിന് ഇത്രയും കണ്ടം ചെയ്യേണ്ട ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന മനുഷ്യത്വ വിരുദ്ധം. അങ്ങനെ നോക്കുകയാണെങ്കിൽ കൊന്നത് തന്നെയാണ്. ആ അർത്ഥത്തിൽ കൂടി നമ്മൾ പറയണം, അത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പം ഈ മരണത്തെ മുൻനിർത്തി പറയേണ്ട ഒരു കാര്യം, ഒരു രാഷ്ട്രീയ പ്രസ്താവന തന്നെ അതാണ്. ഈ ഉപരോധ ഭീകരതയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം ഇറാൻ ചെയ്യുന്നതിന് എല്ലാത്തിനെയും നമ്മൾ എൻഡോസ് ചെയ്യുന്നു, എല്ലാം ശരിയാണെന്ന് പറയുകയല്ല. ആ വിമർശനങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പരമാധികാര രാജ്യം എന്ന നിലക്ക് ഇറാന് നിലനിൽക്കാനുള്ള അവകാശമുണ്ട്. ആ രാജ്യത്തിൻ്റെ ആണവ പരിപാടികളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് കുഴപ്പം കണ്ടെത്തുന്നതിലെ വൈരുദ്ധ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തൂ. മറിച്ച് ഈ പറഞ്ഞ പരിപാടി എടുക്കുകയും ഒരു രാജ്യത്തെ പ്രസിഡന്റിന് സഞ്ചരിക്കാനുള്ള കോപ്റ്റർ പോലും വാങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലേക്കുള്ള ഉപരോധം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് ആ രാജ്യത്തെയും ആ ജനതയെയും ഞെരിക്കുന്നതിന് സമമാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇതിനകത്ത് നമ്മൾ ഇനി തെളിവുകൾ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും ഈ ഒരു പ്രശ്നത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്നാണ്. ഏതായാലും അന്തരീക്ഷത്തിൽ ഈ കോൺസ്പിറസി തിയറികൾ ഇപ്പോഴുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അത് എത്രമാത്രം നീങ്ങിപ്പോകും, വ്യക്തമായ അന്വേഷണമൊക്കെ അത് സംബന്ധിച്ച് നടക്കും. ഇപ്പോൾ റഷ്യയും മറ്റ് രാജ്യങ്ങളൊക്കെ ഇതിൽ തെരച്ചിലിനും മറ്റ് അന്വേഷണങ്ങൾക്കൊക്കെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ അവരുടെയൊക്കെ അന്വേഷണത്തിൻ്റെ പൂർണ്ണ ചിത്രം വരുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് കറക്റ്റായി സംഭവിച്ചതെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതൊരു അപകട സംഗതി, അങ്ങനെ അപകടത്തിനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അപകടത്തിലെ തെരച്ചിലിന്റെ ആദ്യഘട്ടത്തിലുള്ള വിഷ്വലുകൾ മാഷ് ശ്രദ്ധിച്ച് കാണും. കാരണം ഫുൾ വൈറ്റ് മൂടിക്കിടക്കുകയാണ്, മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അപ്പൊ ഈ വിമാനം കണ്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് മാത്രം ഒരു കറുപ്പ് കാണുന്നു മുകളിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പൊ വിമാനം അപകടം സംഭവിച്ച സമയത്തുണ്ടായ ശക്തമായ ചൂടിൽ അവിടെ മഞ്ഞ് നീങ്ങിയതാണെന്നാണ്. അതിലൂടെ നടത്തിയപ്പോഴാണ് ആ ഏരിയ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് കോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഇതിനകത്ത് വരേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു മിസ്ഇൻഫർമേഷൻ, നമ്മളെന്താ പറയുക, അതിലേക്ക് എത്താനുള്ള സമയമൊക്കെ എല്ലാവർക്കും വേണ്ടതുണ്ട്. ആ നിലക്കാണ്. പക്ഷേ ഈ സാധ്യതകളെ, ഈ ആലോചനകളെ, മനുഷ്യൻ്റെ ഈ ഇത്തരം തിയറികളെ ഒന്നും നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ അതിൻ്റെ പൂർണ്ണ ചിത്രം വരും എന്നാണ്. ഒറ്റ കാര്യം കൂടി, ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഇറാൻ്റെ ഒരു ഭാവി പ്രസിഡന്റ് ആരായിരിക്കും എന്നാണ്. ഇപ്പോൾ മുഹമ്മദ് മുഖ്ബർ എന്ന 1ാം വൈസ് പ്രസിഡന്റിനെ ഇടക്കാല പ്രസിഡന്റ് ആക്കിയിട്ട് ആയത്തുള്ള ഖാമനയെ നിയമിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് രീതി? ഇനിയിപ്പം 2021 അവസാനം തെരഞ്ഞെടുപ്പ് നടന്നത്, 2025 അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു. ഇനിയുള്ള ഒരു നടപടിക്രമം 50 ദിവസത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോകണം എന്നാണ് അവിടുത്തെ ഭരണഘടന പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രസിഡൻഷ്യൽ രീതി എന്ന് പറയുന്നത്, നമ്മളിവിടെ ജനാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു സമ്പൂർണ്ണ ജനാധിപത്യം എന്നതിനെ വിളിക്കാൻ ഒക്കില്ല. സുപ്രീം കൗൺസിലിന് ഒരു കാൻഡിഡേറ്റ്ഷിപ്പ് ആദ്യം നമ്മൾ കൊടുക്കണം, സ്ഥാനാർത്ഥിത്വത്തിൻ്റെ അപേക്ഷ കൊടുക്കണം. ആ അപേക്ഷയിൽ നിന്ന് സ്ഥാനാർത്ഥികളാകാനുള്ള യോഗ്യത ഉള്ളവരെ പ്രഖ്യാപിക്കുന്നത് സുപ്രീം കൗൺസിൽ തന്നെയാണ്. അത് സുപ്രീം കൗൺസിലിൻ്റെ നിയന്ത്രണത്തിൽ ഒരാൾക്ക് മാത്രമേ അവിടെ പ്രസിഡന്റ് ആവാൻ സാധിക്കുള്ളൂ. എന്നാലും അവിടെ മോഡറേറ്റ്സുകളും റിഫോമിസ്റ്റുകളൊക്കെ സ്ഥാനാർത്ഥികളായി വരാറുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇറാൻ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിൽ വലിയ ഇടപെടലുകൾ നടക്കും. തീർച്ചയായിട്ടും ഈ സമയം അത്രയും ക്രൂഷ്യലാണ്. അപ്പം ഇതൊക്കെ പ്രോക്സി വാറുകളാണ്. നമ്മൾ പറഞ്ഞ പോലെ നേരിട്ടുള്ള യുദ്ധങ്ങളാവണമെന്നില്ലെന്നേ. ഇപ്പോൾ പുടിൻ്റെ പ്രഘോഷനെതിരെ അവർ നടത്തിയിട്ടുള്ളത് പ്രോക്സി ആയിരുന്നല്ലോ. അതുപോലെ അവിടെ അലക്സി നവാൽനി കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? നവാൽനി എവിടെയാണ് ജയിലിൽ വീണിട്ട് മരിച്ചു കിടക്കുന്നത് കണ്ടു. ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ആരും വിശ്വസിക്കുന്നില്ല അതൊരു സ്വാഭാവിക മരണമാണെന്ന്. സത്യമായിട്ട് ലോകത്ത് മുഴുവൻ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ തെളിവുകളൊന്നും പുറത്ത് വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. ഇപ്പോൾ ഇസ്രായേൽ ആയാലും അമേരിക്ക ആയാലും ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇറാൻ്റെ ഇനിയിപ്പോൾ നല്ലൊരു അവസരമാണ് കിട്ടിയിട്ടുള്ളത്, ഇറാൻ്റെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലൊക്കെ ഇടപെടുക. മറ്റ് രാജ്യങ്ങളുടെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഇടപെടുക എന്ന് പറയുന്നത് ഇത്തരം ഈ പാശ്ചാത്യ ശക്തികളുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അതിനൊരു അവസരം കൂടി കിട്ടുകയാണ് എന്ന് നമ്മൾ കാണണം. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിനെതിരെ ഈ അതൃപ്തി നിലനിൽക്കുന്ന സമയത്ത് ഇവരെടുക്കുന്ന ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നിലപാടുകൾ ഇത്രമാത്രം ചർച്ചയാവുന്നൊരു സമയത്ത് ഇത് വരും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ ഇറാന് പോകേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം.
അപ്പോൾ മുഹമ്മദ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല എന്ന് തന്നെ വേണം ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഒരുപക്ഷെ അത് സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടും, അല്ലെങ്കിൽ ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഏതെങ്കിലും ഒരു വെളിപ്പെടുത്തലിലായിരിക്കും ഇതൊരു അപകടമായിരുന്നില്ല എന്ന് വെളിപ്പെടുക. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു അവരുടെ നേതൃസ്ഥാനത്തേക്ക് പുതിയ ആളുകൾ വരട്ടെ, ആ രാജ്യത്തിന് സ്വതന്ത്രമായിട്ട് നിലനിൽക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകൂ. വളരെ നന്ദി. Waytonikah.com, the exclusive Muslim matrimonial site.